അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനയിൽ എല്ലാവരും സങ്കടത്തിലാണ്. അതിന് കാരണം എന്താണ് നിങ്ങൾക്കറിയോ? അതിന് കാരണക്കാരനാരാണ് നിങ്ങൾക്കറിയോ? എന്നാൽ നമുക്ക് കഥയിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. ഗുഹത്തിൽ മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച നഷ്ടം വരുത്തി വെക്കാൻ മക്ക മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു. മക്കയിലെ ജനങ്ങൾ ഈ വിജയത്തിൽ മതിമറന്ന് സന്തോഷിച്ചു. എന്നാൽ മദീനയിലെ പല ഹൃദയങ്ങളും നിർബുദ്ധിയായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഇരുകൂട്ടരും ബേക്കന്മാരെ ചർച്ച ചെയ്തപ്പോൾ ഇരുകൂട്ടരെയും നാവ് മുഴുന്നത് ഒരേ ഒരു പേരായിരുന്നു, ഖാലിദ് ബിൻ വലീദ്. യുദ്ധരണാങ്കണത്തിൽ അയാൾക്ക് കൈകന്റെ കണ്ണായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം നിർത്തിയ 50ഓളം അമ്പെയ്ത്തുകാർ കുഞ്ഞിറങ്ങിയ തക്കം നോക്കി അയാൾ മുസ്ലിം സൈന്യത്തിന് നേരെ ഇരച്ചു കയറി. അങ്ങനെ വർഷങ്ങൾ പലതും കഴിഞ്ഞു. തങ്ങളുടെ മുമ്പിൽ നിന്ന് ഖാലിദ് ഇസ്ലാം വിളിക്കി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. യുദ്ധത്തിലൂടെ പാപം കഴിക്കാൻ ആഗ്രഹിച്ച ഖാലിദിന്റെ ആദ്യ അവസരം ഒരുക്കിയത് മുഅത്തയിലായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച 3 അമീറന്മാരും ഷഹാദത്ത് വിളിക്കിയപ്പോൾ സാബിത്ത് ബിൻ അഖ്റ റളിയല്ലാഹു ഇസ്ലാമിന്റെ കൊടി കയ്യിലെടുത്ത് ഖാലിദിന് നേരെ നീട്ടി. അല്പം ഒന്ന് ശങ്കിച്ചെങ്കിലും ആ കൊടി സ്വീകരിച്ച് മറുകയിൽ തന്റെ വാളും പിടിച്ച് ശത്രു സൈന്യത്തിന് നേരെ പൊരുതാൻ തുടങ്ങി. കൂട്ടുകാരെ, ആ യുദ്ധത്തിൽ ഖാലിദിന്റെ 9 വാളുകളാണ് പൊട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഹിജാസിൽ കൊടുങ്കാറ്റായി മാറിയ കള്ളപ്രവാചകവാദി മുസൈലിമക്കെതിരെ ആ വാളിനെ ഊരി യോദ്ധാവിനെ പറഞ്ഞയച്ചു. ഇസ്ലാമിന്റെ അനുദിന വളർച്ചയിൽ അസൂയ പൂണ്ട റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും മുസ്ലിം സൈന്യത്തിന് നേരെ ഒളിയമ്പുകൾ വേഗിച്ചു തുടങ്ങി. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കത്ത് ഖാലിദിന്റെ കൈകളിലെത്തി. തങ്ങൾ എത്രയും പെട്ടെന്ന് ഇറാഖിലേക്ക് പുറപ്പെടണം. അവിടെയുള്ള സൈന്യത്തിനോടൊപ്പം ചേർന്ന് റോം നിവാസികൾക്കെതിരെ യുദ്ധം ചെയ്യണം. ഖാലിദ് പെട്ടെന്ന് തയ്യാറായി. ദുർഗമാവയിലൂടെ യാത്ര തുടങ്ങി. 2,50,000 പേരടങ്ങുന്ന റോം സൈന്യ രാജാവ് ഒന്ന് അഹങ്കരിച്ചു. എന്നാൽ മുസ്ലിമുകളാകട്ടെ 40,000 പേരും അന്താളിപ്പിലായി. പലതും പറയാൻ തുടങ്ങി. ധൈര്യം പകരാൻ ഖാലിദ് വിളിച്ചു പറഞ്ഞു, മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് സൈന്യം അധികരിക്കുന്നതും കുറയുന്നതും. നിങ്ങൾ അതിൽ പരിഭ്രാന്തരാവാതിരിക്കും. ഖാലിദിന്റെ സംസാരം ജനത്തിന് ഉന്മേഷം പകർന്നു. യുദ്ധമുറകളെ പൂർണ്ണമായി സിദ്ധിച്ച ഖാലിദ് ചെയ്തെന്നറിയോ? 1000 പേരെ ഓരോ സംഘങ്ങളിലാക്കി നിർത്തി യുദ്ധം ആരംഭിച്ചു. ഖാലിദ് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സ്വർഗത്തിന്റെ കാറ്റ് അടിച്ചു വീശട്ടെ. എന്നാൽ രസകരമായ സംഭവം എന്തെന്നറിയോ? അവരുടെ സൈന്യത്തലവൻ ജർജ ഇസ്ലാമിൽ ആകർഷ്ടനായി മുസ്ലിമുകളുടെ അണിയിൽ ചേർന്നു. റോമക്കാർ ആകെ ഭീതിയിലായി. മുസ്ലിമുകൾ അവരുടെ കുതിരകളെ അതിവേഗം പ്രാപിച്ചു. ശത്രുക്കളെ നാമാവശേഷമാക്കി അവർ വിജയപതാക നാട്ടി. മദീനയിൽ സന്തോഷം പകർന്നു. ഇസ്ലാം ഖാലിദിന്റെ വാൾ കൊണ്ട് നാനാഭാഗങ്ങളിൽ എത്തിയല്ലോ. കൂട്ടുകാരെ, വർഷങ്ങൾ പലതും കഴിഞ്ഞെന്ന് ഖാലിദ് മനസ്സിലായി. അസ്രായേലിനെയും കാത്ത് ഓരോരാവും കഴിച്ചുകൂട്ടുന്നു. രക്തസാക്ഷിയായി മരണപ്പെടണം എന്നാഗ്രഹിച്ച ഖാലിദ് പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ ശരീരത്തിൽ വെട്ടുകളേൽക്കാത്ത സ്ഥലമില്ല, എന്നിട്ടും സ്ത്രീകളെ പോലെയല്ലെന്ന് പറഞ്ഞ് ആവലാതി പെരുമായിരുന്നു. ആ ധീരയോദ്ധാവിന്റെ മരണം മദീനയെ മുഖതമാക്കി. പലരും തെങ്ങിക്കരഞ്ഞു, അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചു. കൂട്ടുകാരെ, എങ്ങനെയുണ്ട് എന്റെ കഥ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഈ കഥ കിട്ടിയ കിതാബിന്റെ പേരെന്താണോ അറിയോ? ഇസ്ലാം എന്നാണ് കേട്ടോ. ഇത്രേ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ചെയ്ത തൗഫീഖ് നൽകുമാറാകട്ടെ. മാഷാ അല്ലാഹ്. ചെസ് നമ്പർ 503.